നമസ്കാരം. പ്രധാന വാർത്തകൾ. കലോത്സവത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപ. നടിക്കെതിരെ ആരോപണവുമായി മന്ത്രി വി ശിവൻകുട്ടി. വിഴിഞ്ഞം VGF ഫണ്ട് വിഷയം കേന്ദ്രത്തിന്റേത് വിവേചനപരമായ സമീപനമെന്ന് മന്ത്രി VN വാസവൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഡി ഗുഗേഷിന് വിജയം. ലീഡെടുത്ത് ഇന്ത്യൻ താരം. വാർത്തകൾ വിശദമായി. നടിക്കെതിരെ ആരോപണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ കലോത്സവ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കരണത്തിന് നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. കലോത്സവത്തിനിടെ വളർന്നു വന്ന നടിയാണ് പണം ആവശ്യപ്പെട്ടതെന്നും പണത്തോടുള്ള ആർത്തിയാണ് ചിലർക്കെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവ വേദികളിലൂടെ വളർന്നു വന്ന നടിയുടെ നിലപാട് വളരെയധികം വേദനിപ്പിച്ചുവെന്ന് മന്ത്രി ആരോപിച്ചു. നമ്മുടെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന നടിയാണ് അവരെന്നും ഇപ്പോൾ പക്ഷേ അവർക്ക് കേരളത്തോട് അഹങ്കാരമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിഴിഞ്ഞം VGF ഫണ്ട് വിഷയത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം വിവേചനപരമെന്ന് മന്ത്രി VN വാസവൻ. ഈ വിഷയത്തിൽ സംസ്ഥാനം സമ്മർദ്ദം ശക്തമാക്കുമെന്നും അർഹതപ്പെട്ടതാണ് കേന്ദ്രം തരാതിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തുറമുഖം കമ്മീഷൻ എങ്ങനെ ബാധിക്കില്ല? കസ്റ്റംസ് ഡ്യൂട്ടി, GST കേന്ദ്രത്തിന് ലഭിക്കുന്ന വരുമാനത്തെ സംബന്ധിച്ച് അവർ മറച്ചു പിടിക്കുന്നു. 1 രൂപ പോലും ഇതുവരെ നിർമ്മാണത്തിന് കേന്ദ്രം മുടക്കിയിട്ടില്ല. തൂത്തുക്കുടി പദ്ധതിക്ക് കേന്ദ്രം ഗ്രാന്റ് നൽകുന്നു. വയനാടിനോടുള്ള കേന്ദ്ര വിവേചനം ചർച്ചയാകുന്നതിനിടെയാണ് വിഴിഞ്ഞം VGF പ്രശ്നമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇനി കായിക വാർത്ത. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗംഭീര തിരിച്ചുവരവുമായി ഇന്ത്യൻ കൗമാരതാരം ഡി ഗുഗേഷ്. 11ാം റൗണ്ടിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ സിംഗ്ലിറനെ നിഷ്പ്രഭനാക്കി ഗുഗേഷ് ജയം കുറിച്ചു. ഇതോടെ ഡി ഗുഗേഷിന് ലീഡായി. നിലവിൽ ഗുഗേഷിന് 6ഉം സിംഗ്ലിറന് 5ഉം പോയിന്റാണ്. 3 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ ലോക ചാമ്പ്യനാകാൻ ഗുഗേഷിന് വേണ്ടത് 1.5 പോയിന്റ് മാത്രമാണ്. ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ഗുഗേഷ് മുന്നിലെത്തുന്നത്. കഴിഞ്ഞ 7 മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞതിന് ശേഷമാണ് ഗുഗേഷ് ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയത്. വാർത്തകൾ അവസാനിക്കുന്നു. Ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG News ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.